തൻ്റെ കുടുംബത്തിനുണ്ടായ ആ വലിയ വാഹനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവൻ ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നിരുന്ന അച്ഛൻ്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു അച്ഛൻ ആ കാര്യം അവനോട് ആവശ്യപ്പെടുന്നത്. നീ ഈ നാട് വിട്ട് തന്നെ പോകണം. ഇവിടെ നിന്നാൽ ഈ കുപ്പയിലെ ജീവിതം തന്നെ നിന്നിലും ബാധിക്കും. നീയും അവരെപ്പോലെ കുപ്പകൾ പറക്കി നടക്കുന്ന ഒരാളായി മാറും. എനിക്ക് നിന്നെ ഇനി പരിശീലിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന കാര്യം ഉറപ്പില്ല. പക്ഷേ തൻ്റെ അച്ഛനെ ആ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് പോകുവാൻ ആ മകന് മനസ്സ് വന്നില്ല. എന്നാൽ പിന്നീട് എപ്പോഴോ അച്ഛൻ്റെ നടക്കാത്ത ആഗ്രഹങ്ങളെ നിറവേറ്റുവാനായി അവൻ സ്വയം ഇറങ്ങിത്തിരിക്കേണ്ടി വന്നു തൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക്. അവിടുന്ന് പിന്നീട് കാൽപന്തിൻ്റെ ലോകത്തേക്ക് അവൻ യാത്രയായി. റീഡോ ജനീറിയിലെ തെരുവുകളും കടലോരങ്ങളും കുഞ്ഞു മൈതാനങ്ങളും കടന്ന് ഫുട്സാളിലേക്ക്, അവിടുന്ന് സാൻഡോസിലേക്ക്, ശേഷം സ്വപ്ന സാക്ഷാത്കാരമായ ആ നാഷണൽ ജേഴ്സി അണിയുന്നു. കാലൊളിപ്പിച്ച മാന്ത്രികത കൊണ്ട് കുപ്പയിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴും ആ പഴയ നാളുകളെ അവൻ മറന്നില്ല. താൻ വളർന്ന ആ ഗ്രാമത്തെ മറന്നില്ല. ഒളിച്ചോടേണ്ടി വന്ന മണ്ണിലേക്ക് തിരികെ വന്ന് ആ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുന്നു. അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നു. ദാരിദ്ര്യമകറ്റുന്നു. സ്കൂളുകളും വീടുകളും മൈതാനങ്ങളും പണി കഴിപ്പിക്കുന്നു. ആ കുഗ്രാമത്തിൻ്റെ സ്വപ്നങ്ങൾ തന്നെ മാറ്റിയെടുക്കുന്നു. സാമ്പാ ചുവടുകളുടെ പുതിയ ആവിഷ്കാരങ്ങളിലൂടെ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ യുവരാജാവായി മാറുകയും ബാഴ്സയിലും പാരീസിലും തീർത്ത അത്ഭുതങ്ങളുടെ രാത്രികൾ കൊണ്ട് ആ കാലഘട്ടത്തിലെ ഓരോ മനുഷ്യൻ്റെയും മനസ്സിനെ ത്രസിപ്പിച്ച ഫുട്ബോൾ ലോകത്തിൻ്റെ ഒരേ ഒരു സുൽത്താനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അവിടെ നിന്നാണ്. ആ കുഗ്രാമത്തിൽ ഒരു കൊച്ചു വീട്ടിൽ പിറന്ന് ഈ ലോകത്തിന് നെറുകിലേക്ക് സഞ്ചരിച്ച അവൻ്റെ പേരായിരുന്നു നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. നെയ്മർ കഥകളിലേക്ക് പലപ്പോഴും സഞ്ചരിച്ചാൽ വിജയത്തെക്കാളേറെ തോറ്റ മുഖങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഓരോ വട്ടവും അയാൾ തോൽക്കുമ്പോഴും അവിടെയെല്ലാം ലോക ഫുട്ബോളിൻ്റെ മനസ്സും കൂടെയായിരുന്നു തോറ്റുപോകാറുള്ളത്. കാരണം റൊണോമിസ് ഇതിഹാസങ്ങൾക്കും അപ്പുറം ഈ ഫുട്ബോൾ ലോകം ഒരുപോലെ ആരാധിച്ചിരുന്ന ഒരു പേരായിരുന്നു നെയ്മർ ജൂനിയർ എന്ന്. പെലെയുടേതോ ഡീനയുടെയോ പകരക്കാരനായിരുന്നില്ല നെയ്മർ. മറിച്ച് തന്നിലേക്ക് സ്വയം പകർന്ന് പന്തലിച്ച ജോഗോ ബൊണിറ്റയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ആധുനിക ഫുട്ബോൾ ലോകത്തെ ഭ്രമിപ്പിച്ച മാന്ത്രികനായിരുന്നു. തൻ്റെ കാലുകളിലെ അജ്ഞാതമായ ആജ്ഞ കൊണ്ട് പന്തിനെ എപ്പോഴും അനുസരിച്ചെടുപ്പിക്കുകയായിരുന്നു അവൻ്റെ പതിവ്. തനിക്ക് ചുറ്റും എതിരാളികൾ ഭ്രമണപഥം പോലെ വട്ടം കറങ്ങുമ്പോഴും കാന്തിക വലയം എന്ന പോലെ ചുറ്റിത്തിരിയുമ്പോഴും അതിൽ നിന്നെല്ലാം പുറത്തു കടക്കുന്ന രീതിയോടുള്ള കാൽപന്ത് ലോകത്തിൻ്റെ ഗാഢപ്രണയമാണ് സുൽത്താനിലേക്ക് വാഴ്ത്തപ്പെടുന്നത്. മൈതാനത്ത് അയാൾ വരയ്ക്കുന്ന ആരവങ്ങൾക്കും ചതുരങ്ങൾക്കും ഇടയിൽപ്പെട്ട് എതിരാളികൾ നിന്നും തകർന്നുകൊണ്ടേയിരുന്നു. നെയ്മർ ഒരിക്കലും കളിക്കുകയായിരുന്നില്ല, കളിയെ വ്യാഖ്യാനിക്കുകയായിരുന്നു. അയാൾ ഒരിക്കലും കളിക്കാരനായിരുന്നില്ല, കലാകാരനായിരുന്നു. എതിരാളികളുടെ മുൻചിന്തകളെപ്പോലും കാൽപന്ത് കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ ശേഷിയുള്ള ഏറ്റവും സുന്ദരനായ കലാകാരൻ. ഫുട്ബോൾ ലോകം കീഴടക്കാനെത്തിയ ആ പുതിയ അവതാരപ്പിറവിയുടെ ഉയർച്ച കണ്ട അതേ ലോകം തന്നെ വൈകാതെ ആ മനുഷ്യനെ പരിക്കുകൾ വേട്ടയാടുന്നതും കണ്ടു നിൽക്കേണ്ടി വന്നു. പക്ഷേ ഓരോ തിരിച്ചുവരവുകളും പുതിയ സ്വപ്നങ്ങൾക്ക് വഴിവെച്ചു. എങ്കിലും ഓരോ തിരിച്ചുവരവുകളും വന്നെത്തിയ നെയ്മർ ഒരിക്കലും ആ പഴയ നെയ്മറായിരുന്നില്ല. നഷ്ടപ്പെട്ട വേഗതയും മനോധൈര്യവും അയാളെ പലപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും തകർക്കപ്പെട്ട കാലുകൾ വെച്ചുകെട്ടി എതിരാളികളെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തിക്കൊണ്ട് അയാൾക്കെതിരെ വിജയിച്ചവരുടെ കഥകൾ വാഴ്ത്തിപ്പാടുവാൻ ആളുകൾ തിടുക്കം കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഓരോ മൈതാനങ്ങളിലും ഒന്നാമനെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ പേടി സ്വപ്നമായിരുന്നില്ലേ നെയ്മർ എന്ന രണ്ടാമൻ. 2014 തുടങ്ങി 2024 എത്തി നിൽക്കുമ്പോഴും ആ കഥ തുടർക്കഥയെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വലിയ നേട്ടങ്ങളോ പുരസ്കാരങ്ങളുടെയോ കഥകൾ അയാൾക്ക് പറയാനില്ല. പക്ഷേ അതിനും വലിയ മുഹൂർത്തങ്ങളുടെ കഥ അയാൾ ഇതുവരെ സമ്മാനിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങളുടെ ആജീവനാന്ത തടവറയിൽ നിന്നും അയാൾ മോചിപ്പിക്കപ്പെട്ട് ഈ ലോകം കീഴടക്കുമെന്ന് വിശ്വസിക്കുന്ന
ഒരു കൂട്ടം ആരാധകർ ഇന്നും ഈ ലോകത്തുണ്ട്. എവിടെയാണോ തോറ്റത് അവിടെ നിന്നും വിജയിക്കുമെന്നും, എവിടെയാണോ കരഞ്ഞത് അവിടെ നിന്നും ചിരിക്കുമെന്നും, എവിടെയാണോ തകർന്നത് അവിടെ നിന്നും ഉയർത്തി നിൽക്കുമെന്നും ഈ ലോകം ഇന്നും വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്റ്റിയും മെസ്സിയും നൽകിയ അത്ഭുതങ്ങൾക്കുമപ്പുറം മറ്റൊരു മായാലോകം തീർത്ത ആ കാലുകളിൽ ഇനിയും തിരിച്ചു വരാനുള്ള കരുത്താർജിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. യെസ്, നെയ്മർ റിട്ടേൺസ്.